ഹായ് ഹലോ വെൽക്കം ടു ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ത്രെഡ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു ത്രെഡ് കേട്ടോ. ഇത് ഒരിക്കലും ത്രെഡ് ചെയ്യണ ത്രെഡ് തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ ത്രെഡ് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ആ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ പൗഡർ, പിന്നെ ഒരു ബ്രഷ്, അതിലിങ്ങനെ ഐബ്രോ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, ചെറുതായിട്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ ത്രെഡ് ചെയ്യണത്. നമുക്ക് ഫസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് എത്രത്തോളം വേണമെന്നുള്ള ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെയല്ലേ നമുക്ക് ചെയ്യണ്ടോ. ഒരുപാട് കയറി പോവരുത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ത്രെഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇതും കൂടെ കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വയം ചെയ്യുന്നതല്ലേ, അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പിടിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു ബനാന പൗഡറാണ് ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല. ഇട്ട് കൊടുത്തു. ഇനി ഞാൻ സാധാരണ നൂലുകൊണ്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇത് സാധാ നൂലാണേ. ഇതൊരു ഒരു ചെറിയൊരു അളവിലെടുക്കുക. നമ്മുടെ ഒരു കയ്യിൻ്റെ ഇവിടത്തോളം എടുക്കാം കേട്ടോ. ഇവിടത്തോളം വേണമെങ്കിൽ എടുക്കാം. കാണുന്നുണ്ടോ? എടുത്ത് നമ്മളത് കട്ട് ചെയ്തിട്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അത് ഇങ്ങനെ വെച്ചിട്ട് ഈ നൂലിങ്ങനെ കാണുന്നുണ്ടോ? ഇങ്ങനെ വെച്ച് ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിടണം. കെട്ടിട്ടു കണ്ട. ഇനി ആ കെട്ട് നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ അവിടേക്ക് പിടിച്ചു കണ്ടാ. റൈറ്റ് ഹാൻഡിലും ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. 1 2 3 4 6 വരെയൊക്കെ ട്വിസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കത് അതിങ്ങനെ കിട്ടും വേണ്ട. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക വേണ്ട. നമുക്ക് ഏത് ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റണതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണത് കണ്ട ഇങ്ങനെയാണ്. ഇനി നമുക്ക് ആ ഒരു ഏരിയ എടുക്കുക. ഏത് ഭാഗത്താണ് ത്രെഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ എടുക്കുക. ഇതേ സെയിം സംഭവം എവിടത്തോളം വേണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ബാക്കിയുള്ള ഹെയറൊക്കെ പോവും. കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോയിട്ട് അടിയിലുള്ള വരണ ഹെയറുകളൊക്കെ എടുക്കണം കേട്ടോ. പെട്ടെന്ന് പൊട്ടി പോവാണ് കേട്ടോ സാധാ നൂലെടുത്താൽ. അതാണ് പ്രശ്നം. ഇതിപ്പോൾ ഞാൻ മറ്റേ ത്രെഡ് കൊടുത്തു കേട്ടോ. 1 2 3 ട്വിസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാം കേട്ടോ. 4 5 6 ഒക്കെ വരെ ചെയ്യാം. ഇതിങ്ങനെ എടുക്കുക കണ്ട. അല്ലാണ്ട് ലൂസായി പോകാനും പാടില്ല കേട്ടോ. നമുക്ക് ആ കറക്റ്റ് ഇത് കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു കറക്റ്റ് ഇതായിട്ട് ഇത്തിരി ടൈറ്റിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ഈ കെട്ടിയ ഭാഗം നമ്മുടെ കൈൻ്റെ ഉള്ളിൽ വരണം കേട്ടോ, പുറത്ത് വരരുത്. ഒരു 5 6 വരെ ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അവിടെ ഇങ്ങനെ എടുക്കുക കേട്ടോ. പോരണത് കണ്ട. ഇങ്ങനെ എടുക്കുക. അവിടെ നിന്ന് തൊട്ട് തന്നെ നമ്മൾ എടുക്കുക കണ്ട. കറക്റ്റായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് വരും കണ്ട.
അതുപോലെ തന്നെ മേലെയും നമുക്ക് എടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് പോരും. അപ്പോൾ ഈസിയല്ലേ ത്രെഡ് ചെയ്യാൻ? ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ, സീ യു.